എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുബൈർ ഇളവളം. 10 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു ഫോറസ്റ്റ് ട്രെക്കിങ്ങിനെ കുറിച്ച് പറയാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇത് കേരള കർണാടക അതിർത്തി പ്രദേശമായ ഗുണ്ടറ ഫോറസ്റ്റിലുള്ള ഒരു യാത്ര. പ്രധാനമായും ഇവിടെ കാടിനകത്തെ ഗുണ്ടറ മഖാമിലേക്കുള്ള യാത്രയാണിത്. ഹസ്രത്ത് സയ്യിദ് ബാരി റഹ്മത്തുള്ള എന്നിവരുടെ ദർഗാ സന്ദർശനത്തിനായാണ് ഒട്ടനവധി ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നത്. ഇതിനകത്ത് ആയിരക്കണക്കിന് വിശ്വാസികളാണ് പല ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേരുന്നത്. എന്നിരുന്നാലും വനത്തിനകത്തുകൂടുള്ള യാത്ര കിലോമീറ്ററുകൾ സഞ്ചരിക്കാൻ കഴിയും എന്നതുകൊണ്ട് തന്നെ ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്ന ഒട്ടനവധി സഞ്ചാരി സുഹൃത്തുക്കളും ഇവിടെ എത്തിച്ചേരാറുണ്ട്. വർഷത്തിൽ ഒരു തവണ മാത്രമാണ് ഇവിടേക്കുള്ള സന്ദർശന അനുമതി നൽകിക്കൊണ്ടിരിക്കുന്നത്. മച്ചൂർ എന്ന സ്ഥലത്തു നിന്നാണ് ഈ യാത്രയുടെ ആരംഭം. ഇവിടെയുള്ള മഹല്ല് കമ്മിറ്റിയാണ് ഈ യാത്രയ്ക്ക് വേണ്ട നേതൃത്വവും എല്ലാവിധ സഹായങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നത്. പള്ളിയുടെ അടുത്തു നിന്നും ഏകദേശം 1 കിലോമീറ്റർ ദൂരം മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഗുണ്ടറ ചെക്ക് പോസ്റ്റിന് സമീപം നമ്മൾ എത്തിച്ചേരും. അവിടെ നിന്നും പള്ളി കമ്മിറ്റി ഏർപ്പെടുത്തിയ വാഹനങ്ങളിലും തദ്ദേശീയരായ ആളുകളുടെ വാഹനങ്ങളിലും മറ്റുമായി 4 കിലോമീറ്റർ ദൂരം വാഹനങ്ങളിൽ നമുക്ക് പോകാവുന്നതാണ്. എന്നിരുന്നാലും യാത്രയെ ഇഷ്ടപ്പെടുന്ന ഒട്ടനവധി സഞ്ചാരി സുഹൃത്തുക്കൾ ഇത്തരം ദൂരം മുഴുവനായും ഈ കാടിനകത്തുകൂടെ നടന്നു പോകുന്നതും ഈ യാത്രയിൽ നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ 1 കിലോമീറ്റർ ദൂരം നടന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ കബനി നദിയുടെ സമീപം എത്തിച്ചേരും. അവിടെ നിന്നും നദി മുറിച്ചു കടന്ന് വേണം നമുക്ക് ബാക്കി വരുന്ന 6 കിലോമീറ്റർ ദൂരം മുഴുവനായും നടന്നു തന്നെ പോകാം. കടുത്ത വേനൽ വരൾച്ചയെ തുടർന്ന് കബനി നദിയിലെ നീരൊഴുക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ നദി നടന്നു വേണം നമുക്ക് ക്രോസ് ചെയ്യാവുന്നതാണ്. മുൻകാലങ്ങളിലെല്ലാം കൊട്ടത്തോണിയിലും മറ്റുമാണ് ഇവിടെ നടന്ന് ക്രോസ് ചെയ്തുകൊണ്ടിരുന്നത്. വനപാതയിലൂടെ നടന്ന് യാത്ര ചെയ്യുമ്പം വനാന്തർ ഭാഗമാണെങ്കിലും നടന്ന് പോകാവുന്ന ഭാഗങ്ങളിൽ പറയത്തക്ക നിബിഡ വനങ്ങൾ ഒന്നും തന്നെയില്ല. അകത്തുകൂടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയിലൂടെയാണ് നമ്മുടെ യാത്ര. ഇങ്ങനെ 5 കിലോമീറ്റർ അധികം നടന്നാലാണ് പ്രസ്തുത മക്ബറയുടെ അടുത്ത് എത്തിച്ചേരാനാവുക. അവസാന ഭാഗങ്ങളിൽ കുറച്ചു ഭാഗം ഉൾക്കാടുകൾ ഉണ്ട് എന്നതാണ് ഏക ആശ്വാസം. വിശ്വാസത്തിന്റെ ഭാഗമായി കിലോമീറ്ററുകൾ നടക്കാൻ സർവ്വസന്നദ്ധരായി വരുന്നതിൽ ചെറിയ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ ധാരാളം ആളുകൾ ഉണ്ടാവും.